ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ രണ്ടാം ദിവസത്തെ പാരായണം ചെയ്യുമ്പോഴുള്ള കഥയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതായത് പാർവതി ദേവിയോട് ശിവഭഗവാൻ കഥ പറയുന്നത് മുതൽ പുത്രകാമേഷ്ടി വരെയാണ് ഈ രണ്ടാമത്തെ ദിവസം പാരായണം ചെയ്യേണ്ടത്. ആ കഥയാണ് ഈ വീഡിയോയിലുള്ളത്. രാമായണ കഥ നടക്കുന്നത് സത്യലോകത്തിൽ വെച്ചാണ്. രാവണൻ തുടങ്ങിയ അസുരന്മാരുടെ രാക്ഷസന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ ദേവന്മാരോടും മുനിമാരോടും കൂടി ബ്രഹ്മലോകത്ത് ചെന്നു. കരഞ്ഞുകൊണ്ട് തൻ്റെ ദുഃഖം മുഴുവൻ ഭൂമിദേവി ബ്രഹ്മദേവനോട് പറഞ്ഞു. ബ്രഹ്മദേവൻ അല്പസമയം സമാധിയിലിരുന്നപ്പോൾ ഭൂമിദേവിയുടെ ദുഃഖത്തിനുള്ള കാരണവും അതിനുള്ള പരിഹാരവും ബ്രഹ്മദേവനെ അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവൻ ഭൂമിദേവിയോടും ദേവന്മാരോടും മറ്റു മുനിമാരോടും കൂടി പാലാഴി തീരത്തിലേക്ക് പോയി. എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന യോഗയോഗേശ്വരനായ ആ ഭഗവാൻ എല്ലാവരുടെയും നിയന്താവും എല്ലാ കാര്യങ്ങളും അറിയുന്നവനുമാണ്. അങ്ങനെയുള്ള ഭഗവാനെ വേദമന്ത്രങ്ങൾ കൊണ്ടും പുരുഷ സൂക്തം കൊണ്ടും ഭക്തിപരവശനായി ആനന്ദ കണ്ണീരോടെ സ്തുതിച്ചു. ബ്രഹ്മാവിൻ്റെ സ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവർക്ക് മുൻപിൽ പ്രത്യക്ഷനായി. എന്നിട്ട് ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോൾ ബ്രഹ്മദേവൻ മറുപടി പറഞ്ഞു, വിശ്രവസൻ്റെ പുത്രനായ രാവണൻ രാക്ഷസ ചക്രവർത്തിയാണ്. മനുഷ്യർക്കൊഴികെ മറ്റാർക്കും കൊല്ലാനാകില്ല എന്ന വരം ഞാൻ തന്നെയാണ് അവന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ വരം ലഭിച്ച് ഗർവിതനായ അവൻ 3 ലോകങ്ങളെയും ലോകപാലന്മാരെയും വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് ഈ ദേവന്മാരുടെയൊക്കെ ശത്രുവായ രാവണനെ സംഹരിക്കുവാൻ ദയ ചെയ്യണം. ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു, കശ്യപ പ്രജാപതി വളരെ കാലം തപസ് ചെയ്ത് എന്നെ സന്തോഷിപ്പിച്ചു. ഞാൻ അവരുടെ പുത്രനായി ജനിക്കണമെന്ന വരം വാങ്ങി അങ്ങനെയാവാം എന്ന് ഞാൻ അനുഗ്രഹിച്ചിരുന്നു. അങ്ങനെ കശ്യപ പ്രജാപതി ദശരഥ മഹാരാജാവായി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ദശരഥ മഹാരാജാവിൻ്റെ 3 ഭാര്യമാരിൽ ഒരാളായ കൗസല്യ അതിഥി മാതാവിൻ്റെ പുനർജന്മമാണ്. അങ്ങനെ അവരുടെ മകനായിട്ട് ഞാൻ ജനിക്കുന്നതാണ്. യോഗമായാദേവി സീതാദേവിയായി വിദേഹ രാജകുമാരിയായി ജനിക്കും. ഇങ്ങനെ ഞാൻ സീതയോടൊന്നിച്ച് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യം ഞാൻ സീതയെ മുൻനിർത്തി സാധിപ്പിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. ഇത് ബ്രഹ്മാവിനോട് മാത്രമായിട്ട് ഭഗവാൻ പറഞ്ഞതാണ്. ഈ കാര്യം ബ്രഹ്മാവ് തൻ്റെ കൂടെ വന്ന ദേവന്മാരോട് പറഞ്ഞു. ഭഗവാൻ രഘുവംശത്തിൽ മനുഷ്യനായി ജനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ അവതാര ലീലകളിൽ സഹായിക്കാനായിട്ട് വാനരന്മാരായി അംശസ്വരൂപേണ ഭൂമിയിൽ പോയി ജനിക്കുക. ഭഗവാൻ മനുഷ്യനായി ഭൂമിയിൽ താമസിക്കുന്ന കാലം മുഴുവൻ നിങ്ങൾ അദ്ദേഹത്തിന് സഹായികളായി ഭൂമിയിൽ ജീവിക്കുകയും വേണം. ഇങ്ങനെ ദേവന്മാരോട് നിർദ്ദേശിക്കുകയും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഭൂമിദേവിയെ സമാധാനിപ്പിക്കുകയും ചെയ്ത് ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് ദേവന്മാർ അപ്പോൾ തന്നെ വാനരന്മാരായി അംശസ്വരൂപേണ ഭൂമിയിൽ ജനിച്ചു. വാനരന്മാർ മഹാശക്തന്മാരും പർവ്വതങ്ങളെക്കൊണ്ടും മരങ്ങളെക്കൊണ്ടും യുദ്ധം ചെയ്യുന്നവരും ആയിരുന്നു. അവർ ഭഗവാന്റെ അവതാരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ അവിടെവിടെയായി താമസിച്ചു പോന്നു. അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥൻ സത്യം മാത്രം പറയുന്നവനും പരാക്രമശാലിയും 3 ലോകങ്ങളിലും പ്രസിദ്ധനുമായിരുന്നു. വളരെ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പുത്രന്മാർ ഉണ്ടായില്ല. സൂര്യവംശ രാജാക്കന്മാരുടെ ഗുരുവാണ് വസിഷ്ഠ മഹർഷി. വസിഷ്ഠ മഹർഷിയെ അഭിവാദനം ചെയ്ത് ദശരഥ മഹാരാജാവ് ചോദിച്ചു, ഗുരുദേവ, പുത്രനുണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുത്രനില്ലാത്ത എനിക്ക് രാജ്യവും സമ്പത്തും ദുഃഖകരമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞു, ലോകപാലന്മാരെ പോലെ സമർത്ഥരായ 4 പുത്രന്മാർ അങ്ങേക്ക് ഉണ്ടാകും. അങ്ങ് സ്വന്തം പുത്രിയായ ശാന്തയെ
അംഗരാജാവായ ലോമപാദനെ കൊടുത്തിരുന്നുവല്ലോ. ശാന്തയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഋഷ്യശൃംഗ മഹർഷിയാണ്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളോടൊന്നിച്ച് പുത്രകാമേഷ്ടി യാഗം ചെയ്യൂ. അങ്ങനെയാകാമെന്ന് പറഞ്ഞ് ദശരഥൻ അംഗരാജ്യത്ത് നിന്ന് ഋഷ്യശൃംഗനെ കൂട്ടിക്കൊണ്ടുവന്നു. ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി യാഗം ആരംഭിച്ചു. അങ്ങനെ ഹൃദിക്കുകൾ ശ്രദ്ധയോടെ ഹവിസ് അഗ്നിയിൽ ഹോമിച്ചു. ആ ഹോമാഗ്നിയിൽ നിന്ന് സ്വർണ്ണവർണ്ണത്തോടു കൂടിയ അഗ്നിദേവൻ ഒരു പാത്രത്തിൽ ദിവ്യമായ പായസവുമായി ഉയർന്നു വന്നു. ഈ പായസം അങ്ങ് സ്വീകരിക്കൂ. അങ്ങേക്ക് പുത്രന്മാരുണ്ടാകാനായി ദേവന്മാർ നിർമ്മിച്ചതാണ് ഇത്. പരമാത്മാവായ ഭഗവാനെ തന്നെ അങ്ങേക്ക് പുത്രനായി ലഭിക്കും. ഇത്രയും പറഞ്ഞ് രാജാവിനെ പായസം നൽകി അഗ്നിദേവൻ അപ്രത്യക്ഷനായി. അഭീഷ്ടം സാധിച്ച ദശരഥൻ വസിഷ്ഠ മഹർഷിയെയും ഋഷ്യശൃംഗനെയും നമസ്കരിച്ചു. അവരുടെ അനുവാദത്തോടെ പായസം രണ്ടായി പകുത്ത് കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു. പായസം തനിക്കും കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച് സുമിത്രയും ആ സമയത്ത് യാഗശാലയിലേക്ക് വന്നു. കൗസല്യയും കൈകേയിയും തങ്ങളുടെ കയ്യിലുള്ള പായസത്തിൽ നിന്ന് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അങ്ങനെ പായസം കഴിച്ചതിനാൽ 3 രാജ്ഞിമാരും ഗർഭിണികളായി തീർന്നു. ദശരഥ മഹാരാജാവിനും വളരെ സന്തോഷമായി. 3 പേർക്കും സീമന്തമൊക്കെ നടത്തി കൊട്ടാരത്തിലെ സന്തോഷം അലതല്ലി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.